അങ്ങനെ ഫെഡറിക്കോൻ്റെ 26 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യത്തെ നോമ്പാണ് ഫെഡറിക്കോ തുറക്കാൻ പോണത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കാണിച്ചു കൊടുത്ത് ഫെഡറിക്കോക്കുള്ള പ്ലേറ്റും വന്നു. നമ്മളെ കഴിക്കുന്ന രീതി കണ്ടപ്പം ഫെഡറിക്കോ പറഞ്ഞ് ആദ്യം മാങ്ങ ജ്യൂസ് കഴിച്ച് വയറ് തണുപ്പിച്ചതിന് ശേഷം ബാക്കിയെല്ലാം കഴിക്കാവുന്നു. അപ്പം നമ്മളൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിച്ച് പഠിപ്പിച്ച് കൊടുക്കണ്ടല്ലേ, അതല്ല നമ്മൾ കൾച്ചറിൻ്റെ ഭാഗം. സ്പൂൺ ഇട്ട് കഴിക്കുന്ന ഫെഡറിക്കോൻ്റെ സ്പൂൺ വാങ്ങിയിട്ട് നമ്മൾ പറഞ്ഞ് കഴിക്ക് കയ്യോണ്ട്. അതെ, നമ്മൾ വിചാരിച്ച ആളല്ല ഫെഡറിക്കോ. ഫെഡറിക്കോ സ്പൂൺ മാറ്റി വെച്ച് അപ്പുറത്തെ പ്ലേറ്റിൽ നോക്കി എങ്ങനെ കഴിക്കുന്നത് മനസ്സിലാക്കി കൈ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളാണ്. ഫെഡറിക്കോ വായിലേക്ക് ഫുഡ് ഇടുന്നത് ഒരുമാതിരി എംസാൻഡ് കുഴച്ചിട്ട് മിക്സറിലേക്ക് ഇടുന്ന പോലെ കേട്ടോ. അത് കണ്ട് വിഷമമായ നമ്മൾ ഫെഡറിക്കോനെ വീണ്ടും പഠിപ്പിച്ചു. അതിൽ ശരിയായി എന്നാണ് ഫെഡറിക്കോനെ തോന്നല്, പക്ഷേ ശരിയായിട്ടില്ല. പിന്നെ എപ്പോഴും കൈ വെച്ചൊന്നുമല്ലല്ലോ ഫുഡ് കഴിക്കൽ. ഇപ്പോഴത്തേക്ക് അത് ഓക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളത് ഓക്കെ എന്ന് പറഞ്ഞ് ചെക്കനെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഫെഡറിക്കോ നമുക്കൊരു കാര്യം പറഞ്ഞത്, കൈ വെച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് നമ്മളെല്ലാ ബോഡി പാർട്ടിലേക്കും കറക്റ്റായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, നമ്മളെ പൂർവികരും നമ്മളെ കൾച്ചറും